എന്തായാലും ഊർമിള കാണിച്ചത് മണ്ടത്തരായിപ്പോയി. ചന്ദ്രു ആള് വെറും പാവ. ആ രാഘവൻ തിരിവെച്ചു കൊടുത്തപ്പോ എടുത്തു ചാടിയെന്നേ ഉള്ളൂ. അങ്ങനെ ആരെങ്കിലും തിരിവെച്ച ചാടുന്ന ആളെ വിശ്വസിച്ച് എങ്ങനെ ലൈഫ് പാർട്ണർ ആകും? ഞാനും ഒരു വ്യക്തിയാണ്, മാനവും അഭിമാനവും ഒക്കെ ഉള്ള ഒരു വ്യക്തി. നാട്ടുകാരുടെ മുമ്പിൽ നിർത്തി വിസ്തരിച്ചാലേ ഞാൻ പറയണത് വിശ്വസിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ സഹിക്കും? എന്ത് പറയണ്ടെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഉണ്ടായ സത്യം പറയണം. വലിയ വിളക്ക് കഴിഞ്ഞ് ഇന്ദിരയുമായുള്ള ബന്ധത്തെക്കുറിച്ച് അമ്മയോട് പറയാമെന്ന് കരുതിയിരിക്കായിരുന്നു. ഇനിയിപ്പോ അത്രയും കാക്കണ്ട, നാട്ടുകാർ മുഴുവൻ അറിയട്ടെ. അതിനിങ്ങനെ ഒരു കോടതി കൂടലിന്റെ കാര്യമുണ്ടോ? ഈ ഗ്രാമത്തിൽ കാലാകാലങ്ങളായിട്ടൊരു സമ്പ്രദായമുണ്ട്. ഒരു കാലത്ത് നാട്ടുകാർക്ക് വേണ്ടി എന്റെ അച്ഛൻ ഒറ്റക്കൊമ്പനെ ഊരുവിലക്കി, എന്ന് വെച്ചാൽ സോഷ്യൽ ബോയ്ക്കോട്ട്. ഞാൻ ആദ്യമായിട്ട് കേൾക്കാം. ഇവിടെ ഉള്ളവരൊക്കെ ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നത്? എനിഹോ ഇതിനൊക്കെ നിന്നു കൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ മടങ്ങി പോവാ. ഊർമിളെ, ഒരു വാശിക്ക് കിണറ്റിൽ ചാട്ടിട്ട് കാര്യമില്ല. പിന്നെ എത്ര ശ്രമിച്ചാലും കയറി പോരാൻ പറ്റില്ല. എനിക്കൊരു വാശിയില്ല, പക്ഷെ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. എനിക്ക് ചന്ദ്രന് എത്ര ജീവനാണെന്നറിയോ? അവനും തിരിച്ചങ്ങനെ തന്നെയാണല്ലോ. അതുകൊണ്ടല്ലേ തൊട്ടവന്റെ കൈ വെട്ടുമെന്ന് പറഞ്ഞ് എന്റെ നേരെ ഓടി വന്നത്. അതുകൊണ്ടാ പറയുന്നത്, വാശിയൊക്കെ കളഞ്ഞ് തിരിച്ചു പോകും. രണ്ടാളും കൂടി എടുത്തു ചാടി ജീവിതം കളയരുത്. അതല്ല ഇനി പോയേ പറ്റൂ നിർബന്ധമാണെങ്കിൽ നാളെ ആവട്ടെ, അല്ലാതെ ഈ ത്രിസന്ധിക്ക് വേണ്ട. ആ വാ, പാച്ചാഴിപ്പടി വരെ ഞാൻ കൊണ്ടാക്കാം. തമ്പുരാൻ വരണമെന്നില്ല, ഞാൻ പോയിക്കോളാം. സന്ധ്യക്ക് തമ്പുരാന്റെ കൂടെ വരുന്നത് കണ്ട ഇനി അതിനും കൂടെ ഒരു വിസ്താരം വേണ്ട. പോട്ടെ. സോറി. എന്തിന്? ഞാൻ കാരണം ഇങ്ങനൊരു നാണക്കേടുണ്ടായതിന്. എനിക്കൊരു കാര്യം മനസ്സിലായി. പുറത്ത് ഈ കാണിക്കുന്ന തന്റെ ഒന്നും ഊർമിളയുടെ മനസ്സിനില്ല. അതൊരു നാട്ടുമ്പുറത്തുകാരുടെ പാവ മനസ്സാ. കരയാതെ ചെല്ലു. ഇനി വൈകണ്ട.